വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിനു മൃതനായി. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവത്തിന്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല. ഓർമ്മിക്കുക, ഇന്ന് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാം ഈ അമ്മയുടെ കനൽ വഴികൾ. അനേകായിരങ്ങളിൽ സുവിശേഷത്തിന്റെ ആവേശം പകർന്ന് മിശിഹാനുകരണത്തിന്റെ കനൽ വഴികൾ താണ്ടി പീഠത്തിന്മേൽ ഉയർത്തപ്പെട്ട ഈ അമ്മയെ നമുക്കും അനുകരിക്കാം. കുഞ്ഞുനാളിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടതു മുതൽ അവൾക്ക് ജീവിതം കനൽ വഴികളാകും എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചു. ഇനിയുള്ള ജീവിതം എന്റെ ഈശോയ്ക്ക് വേണ്ടി, അതിനായുള്ള തത്രപ്പാടിലായി. കാഴ്ചയിൽ നല്ല സൗന്ദര്യമുണ്ടായിരുന്ന ഇവളെ വിവാഹം കഴിക്കുവാൻ താൽപര്യപൂർവ്വം പല ആലോചന വന്നതിൽ നിന്നും ഒഴിഞ്ഞുമാറുവാൻ മാർഗമില്ലാതെ വന്നപ്പോൾ തന്റെ ശാരീരിക സൗന്ദര്യം ഇല്ലാതാക്കുവാൻ അഗ്നികുണ്ഡത്തിൽ ചാടി. ഇതോടെ വിവാഹാലോചനകൾ പൂർണ്ണമായും ഇല്ലാതായി. തന്റെ ആഗ്രഹപ്രകാരം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ആഗ്രഹം അവളെ സഹായിച്ചു. 1910 ഓഗസ്റ്റ് മാസം 19-ാം തീയതി അൽഫോൻസ എന്ന അന്നക്കുട്ടി ജനിച്ചു. 1927 ഭരണങ്ങാനത്തെ ക്ലാരമഠത്തിൽ പ്രവേശിച്ചു. 1928 ഓഗസ്റ്റ് 2-ാം തീയതി ശിരോവസ്ത്രവും 1930 മെയ് 19-ാം തീയതി സഭാവസ്ത്രവും 1936 ഓഗസ്റ്റ് 12-ാം തീയതി നിത്യവ്രത വാഗ്ദാനവും നടത്തി യേശുവിന്റെ മാത്രമായി തീർന്നു. കൊച്ചുത്രേസ്യ പുണ്യവതിയെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു നടത്തമായിരുന്നു അൽഫോൻസാമ്മയുടെ ജീവിതശൈലികൾ. അതുകൊണ്ട് ചെറുപ്പം മുതൽ സുഹൃതങ്ങളുടെ പാഠശാലയിൽ സ്നേഹം, വിശുദ്ധി, ത്യാഗം, സഹനം, നോമ്പ്, പ്രാർത്ഥന, ഉപവാസം ഇവ പരിശീലിക്കപ്പെട്ട അൽഫോൻസാമ്മ വ്രതത്രയത്തിൽ കർമ്മവും ജീവിതവും സമന്വയിപ്പിച്ച ഒരു സ്വാത്വിക ത്യാഗിയായി തീരുകയായിരുന്നു. വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ സ്നേഹത്തിന്റെ പിന്നാലെ അവളും ഓടുകയായിരുന്നു. കർത്താവെ, എന്നെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ബലിവസ്തുവാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന സ്നേഹം. അസഹ്യമായ സഹനങ്ങളിൽ ഉറങ്ങാൻ പറ്റാതെ കിടക്കുമ്പോൾ നീ എന്തു ചെയ്യുകയാണ് എന്ന ചോദ്യത്തിന് ഞാൻ സ്നേഹിക്കുകയാണ് എന്ന് മറുപടി പറയാൻ കഴിയുന്ന സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, ആപത്തോ, വാളോ? പൗലോസ്ലീഹായുടെ ഈ ചോദ്യത്തിന് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയ വിശുദ്ധയാണവൾ. സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് സന്യാസത്തിന്റെ മാറ്റ് എന്തെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത വിശുദ്ധ. 1946 ജൂലൈ 28-ാം തീയതി സഹനത്തിന്റെ തീച്ചൂളയിൽ നിന്നും നിത്യസമ്മാനത്തിനായി ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. 1953 ഡിസംബർ 3 ദൈവദാസിയും 1984 നവംബർ 9 ധന്യയും 1986 ഫെബ്രുവരി 8 വാഴ്ത്തപ്പെട്ടവളായും 2008 ഒക്ടോബർ 12 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ജീവിതമാകുന്ന മുൾക്കിരീടം അണിയുവാനുള്ള കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തൻ പ്രിയദാസി അൽഫോൻസ, സഹനത്തിൻ സാക്ഷിയാമൽഫോൻസ, വിശുദ്ധിതൻ പരിമള സൂനമതായി വിളങ്ങിടും നമ്മെ പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കണേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. ഈശോദൻ സവിധേ ഞങ്ങൾക്കായി. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. ഈശോദൻ സവിധേ ഞങ്ങൾക്കായി. ഗോതമ്പുമണി പോലഴിയാനും സ്നേഹത്തിൽ പുതുജീവൻ പകരാനും ജീവിത ക്ലേശങ്ങൾ സമചിത്തരായി നേരിടാനും അമ്മേ പ്രാർത്ഥിക്കണേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. ഈശോദൻ സവിധേ ഞങ്ങൾക്കായി. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. ഈശോദൻ സവിധേ ഞങ്ങൾക്കായി. ഈശോദൻ സ്നേഹത്തിൽ വളരാനും ദൈവിക സുഹൃതങ്ങൾ നിറയാനും സോദര സ്നേഹത്തിൽ നിർമ്മലരായി ജീവിക്കാനും അമ്മേ പ്രാർത്ഥിക്കണേ. ഈശോ തൻ പ്രിയദാസി അൽഫോൻസാ സഹനത്തിൻ സാക്ഷിയാമൽഫോൻസാ വിശുദ്ധിതൻ പരിമള സൂനമതായി വിളങ്ങിടും നമ്മെ പ്രാർത്ഥിക്കണേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. ഈശോദൻ സവിധേ ഞങ്ങൾക്കായി. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. ഈശോദൻ സവിധേ